എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 3 ദിവസമായി നമ്മുടെ മാരത്തോൺ LDC മിഷൻ ആരംഭിച്ചിട്ട് തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ SCRT ടോപ്പിക് എന്നിവയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം മുതലുള്ള വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് PSC ബുള്ളറ്റിനെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 50 കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാക്കി 50 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഫൈനൽ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. അതിൽ ഇന്ത്യ ജയിക്കുകയാണ് ചെയ്തത്. ലെബനനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ വിജയം കൈവരിച്ചത്. വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൻ്റെ ജേതാക്കൾ ഇന്ത്യയാണ്. വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൻ്റെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. അതുപോലെ തന്നെ വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായ വിവാ കേരള. അപ്പോൾ എന്തിനാണ് വിവാ കേരള ആവിഷ്കരിച്ചത്? വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവാ കേരള. പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത്, വിവാ കേരള പ്രകാരം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര. ഏതാണ്? മൈലപ്ര. അപ്പോൾ വിളർച്ച വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് വിവാ കേരള. അതിൻ്റെ പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണെന്ത്? മൈലപ്ര. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസ്മാരെ നിയോഗിച്ച ആദ്യ പഞ്ചായത്ത്. പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹോസ്റ്റസ്മാരെ നിയമിച്ച ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ. ഏത് പഞ്ചായത്താണ്? വയനാട്ടിലെ അമ്പലവയൽ പഞ്ചായത്താണ് പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹോസ്റ്റസ്മാരെ നിയോഗിച്ചത്. 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെക്ഷന് നേതൃത്വം നൽകിയത് ആര്? 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്തിൽ നടന്ന യോഗ സെഷൻ നേതൃത്വം നൽകിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെക്ഷന് നേതൃത്വം നൽകിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. 2023 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിലുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ പെരുമാൾ മുരുകൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? പെരുമാൾ മുരുകൻ തമിഴ് സാഹിത്യകാരനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെരുമാൾ മുരുകൻ എന്ത് കിട്ടിയിട്ടുണ്ട്? JCB പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് പെരുമാൾ മുരുകൻ. ഇതെന്താ പറഞ്ഞേക്കുന്നത്? 2023 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിലുള്ള ലോങ് ലിസ്റ്റിൽ 2023 ബുക്കർ പ്രൈസിൻ്റെ ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ വ്യക്തിയാണ് പെരുമാൾ മുരുകൻ. തമിഴ് സാഹിത്യകാരനാണ്. സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി വരുന്നത് കമ്പാലത്തറ. കനാൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കമ്പാലത്തറയിലാണ് കനാൽ ജലവൈദ്യുത പദ്ധതി വരുന്നത്. IPLൽ 200 പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ. IPLൽ 200 പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് മഹേന്ദ്ര സിംഗ് ധോണി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? കടമ്പൂരിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് എവിടെയാണ്? കടമ്പൂർ, പാലക്കാട്. അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ തെലങ്കാനയെ പറ്റി എന്തൊക്കെ പറഞ്ഞായിരുന്നു? മാന ഊരു മാനബാടി എന്ന് പറഞ്ഞ പദ്ധതി പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിലാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തെലങ്കാനയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സംസ്ഥാന രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് വീരമൃത്യു മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയുന്നുണ്ട്. അതും തെലങ്കാനയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഭവാനി ദേവി ജനിച്ച സംസ്ഥാനം. ഭവാനി ദേവി ഏത് നാട്ടുകാരിയാണ്? തമിഴ്നാട്ടിൽ ജനിച്ച വ്യക്തിയാണ്. എന്താണ് ഭവാനി ദേവീൻ്റെ ഐറ്റം എന്ന് പറയുന്നത്? ഫെൻസിംഗ് ആണ്. അപ്പോൾ ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. സാന്റിയാഗോ പെന 2023 ഏത് രാജ്യത്താണ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അപ്പോൾ സാന്റിയാഗോ പെന
എവിടുത്തെ പ്രസിഡൻ്റാണ്? പരാഗ്വേൻ്റെ പ്രസിഡൻ്റാണ് സാന്റിയാഗോ പെന. 2023 ഏപ്രിൽ 12 ഏത് മലയാള കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ 150ാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത്? കുമാരനാശാൻ്റെ 150ാം ജന്മവാർഷികമാണ് നമ്മൾ 2023 ഏപ്രിൽ 12 ആഘോഷിച്ചത്. അപ്പോൾ ആരുടെ ജന്മവാർഷികമാണ് 2023 ഏപ്രിൽ 12 150ാമത്തെ വാർഷികം ആഘോഷിച്ചത്? കുമാരനാശാൻ്റെയാണ്. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം? പോളവാരം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ലോകാരോഗ്യ സംഘടന, WHO. ലോകാരോഗ്യ സംഘടനയാണ് ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത്. ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO ആണ്. അപ്പോൾ ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ഏതാ? ലോകാരോഗ്യ സംഘടനയാണ് ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനിഷ്യേറ്റീവ്. കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച രാജ്യം? ഇപ്പോൾ കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ദ്രാവക രൂപമാണെന്ത്? നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഏത് രാജ്യമാണ് അത് വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് കേട്ടോ. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായ സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ് കേട്ടോ. സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. എന്താണ് പറഞ്ഞത്? സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമാണ് സ്കൈ റൂട്ട്. സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമാണ് സ്കൈ റൂട്ട്. സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത്? UN-ൻ്റെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഏതാണ്? ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. 2023 മാർച്ച് 30 100 വാർഷികം തികഞ്ഞ കേരളത്തിലെ ചരിത്ര സംഭവം ഏതാ? മാർച്ച് 30 വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ? 1924 മാർച്ച് 30 എന്ത് ചെയ്തത്? വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 2023 മാർച്ച് 30 എന്ത് ചെയ്തു? 100 വർഷം തികച്ചു. ഇനി യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന കാംഗ്ര എവിടെയായിരിക്കും? കാംഗ്ര ഹിമാചൽ പ്രദേശിലായിരിക്കും. ഓക്കെ, കാംഗ്ര വാലി, കുളു വാലിയൊക്കെ ഹിമാചലിലാണ്. അപ്പം യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചലിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ശിലാസ്ഥാപനം നടത്തി എവിടെ? പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്താണ് എന്ത് ചെയ്തത്? ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പള്ളിപ്പുറത്താണ്. ഇനി ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് നിയമം കൊണ്ടുവന്ന രാജ്യം? ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ഏത്? ഇറ്റലി. ഇറ്റലിയിലാണ് എന്ത് ചെയ്തത്? വിദേശ ഭാഷകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഉപയോഗിച്ചാൽ പിഴ ചുമത്തുമെന്ന് പറഞ്ഞത് ഇറ്റലിയാണ്. ഗിർ ദേശീയോദ്യാനത്തിൽ 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ബർദ ഗുജറാത്തിലാണ് കേട്ടോ. ഗിർ ദേശീയോദ്യാനത്തിൽ നിന്നും 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ബർദ ഏത് സംസ്ഥാനത്താണ്? ബർദ ഗുജറാത്ത്. ഇനി 2022 സരസ്വതി സമ്മാന ജേത്രിയായ ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? ഇപ്പോൾ 2022 സരസ്വതി സമ്മാനം കിട്ടിയ ആളാണ് ആര്? ശിവശങ്കരി. ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ് ശിവശങ്കരി എന്ന് ചോദിച്ചാൽ തമിഴ് സാഹിത്യകാരിയാണ് ശിവശങ്കരി. ഓക്കെ, 2022 സരസ്വതിയാണ്. ഇപ്പോഴത്തെ സരസ്വതി കിട്ടിയതാർക്കാ? പ്രഭാവർമ്മയ്ക്കാണ്. ഇപ്പോൾ 2022 സരസ്വതി സമ്മാനം കിട്ടുന്നത് ശിവശങ്കരി, തമിഴ് സാഹിത്യകാരിയാണ്. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രം 2023 അതായത് 1923 വന്ന പത്രമാണ് ഇത്? മാതൃഭൂമി.
അപ്പോൾ മാതൃഭൂമിൻ്റെ എത്രാം വാർഷികമാണ്? 100-ാം വാർഷികം. മാർച്ച് 18-നാണ്. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രമാണ് മാതൃഭൂമി. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടക്കുന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ. സുഡാനിലെ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഏത്? ഓപ്പറേഷൻ കാവേരി. അപ്പോൾ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ നടക്കുന്ന യുദ്ധം, സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. കേരള പുരസ്കാരങ്ങൾ നൽകുന്ന പതക്കങ്ങൾ, മൊമെൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്യുന്നത് ആരാ? കേരള പുരസ്കാരങ്ങളിൽ പതക്കങ്ങളും മൊമെൻറ്റോയൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് ഗോഡ്ഫ്രേ ദാസ് ആണ്. ആരാണ്? ഗോഡ്ഫ്രേ ദാസ് ആണ് പതക്കങ്ങളും മൊമെൻറ്റോയൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. ഗോഡ്ഫ്രേ ദാസ്. 2023 50 വർഷം പൂർത്തിയായ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗപരിരക്ഷണ പദ്ധതി. 1973 വന്ന പരിരക്ഷണ പദ്ധതി ഏതാ? പ്രൊജക്റ്റ് ടൈഗറാണ്. അപ്പോൾ പ്രൊജക്റ്റ് ടൈഗറിന് എത്ര വാർഷികമായി? 50 വർഷമായി. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ 2023 എന്ത് ചെയ്തിട്ടുണ്ട്? ഗോത്രവർഗവുമായി ബന്ധപ്പെട്ടൊരു കലാപം നടന്നിട്ടുണ്ട് അല്ലേ? മണിപ്പൂരിൽ കേസ് അന്വേഷിക്കാൻ നമ്മൾ ബെഞ്ചിൽ അതിലൊരു മലയാളി വനിതയുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അതാരാണ്? ആശ മേനോനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം 2023 ഗോത്രവുമായി ബന്ധപ്പെട്ട കലാപം ഉണ്ടായ സംസ്ഥാനമാണ് മണിപ്പൂർ. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളടങ്ങിയ പുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്ന ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് ആര്? ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് റസ്കിൻ ബോണ്ടാണ്. എന്താ ഗോൾഡൻ ഇയേഴ്സിൻ്റെ പ്രത്യേകത? ഗോൾഡൻ ഇയേഴ്സ് ആണ് അല്ലേ? എപ്പോഴാണ് ഗോൾഡൻ ഇയേഴ്സ്? 60 വയസ്സ് കഴിഞ്ഞ് മുതിർന്ന പൗരന്മാരുടെ 60 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ബാധ്യതയൊക്കെ തീരൂല ഏകദേശം. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ഗോൾഡൻ ഇയേഴ്സ്. ആ ഗോൾഡൻ ഇയേഴ്സ് എഴുതിയതാരാണ്? റസ്കിൻ ബോണ്ടാണ്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന ശക്തി പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കർണാടകയിലാണ്. സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ് സോവർണിറ്റി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ്. സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ് സോവർണിറ്റി. ആരാണ് പ്രൊട്ടക്റ്റഡ് സോവർണിറ്റീൻ്റെ രചയിതാവ്? PS ശ്രീധരൻപിള്ളയാണ്. 2023 36ാമത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ അസ്താന ഏത് രാജ്യത്താണ്? അപ്പോൾ 2023 36ാമത് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ആ 36ാമത് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായ അസ്താന ഏത് രാജ്യത്താണ്? അസ്താന എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്താണ്? കസാക്കിസ്ഥാനിലാണ്. അസ്താന ഏത് രാജ്യത്താണ്? കസാക്കിസ്ഥാനിലാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ MLAയുടെ തിരഞ്ഞെടുപ്പാണ് കോടതി റദ്ദാക്കിയത്? അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. അതായത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തൊരു മണ്ഡലം, അതിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ MLAയുടെ തിരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയതെന്ന് ചോദിച്ചാൽ ഏത് മണ്ഡലത്തിലെയാണ്? ദേവികുളത്തിലാണ് കേട്ടോ. ദേവികുളം പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തൊരു മണ്ഡലമായിരുന്നു ദേവികുളം. ആ ദേവികുളത്തെ അയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു മണ്ഡലത്തിൻ്റെ MLAനെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. എവിടത്തെയാണ്? ദേവികുളം. 2023 മാർച്ചിൽ അന്തരിച്ച സാഹിത്യ നൊബേൽ ജേതാവായ കെൻസാബുരോ ഏത് രാജ്യക്കാരനാണ്? കെൻസാബുരോ എന്ന് പറഞ്ഞാൽ സാഹിത്യ നൊബേൽ കിട്ടിയൊരു വ്യക്തിയാണ്. അദ്ദേഹം അന്തരിച്ചു ഈ അടുത്ത്. ഏത് രാജ്യക്കാരനാണ്? ജപ്പാനാണ് കെൻസാബുരോ. എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? ഏത് രാജ്യത്താ? ബെയ്ജിങ്ങിലാണ് കേട്ടോ. എന്താണ്? ബെയ്ജിങ്ങിൽ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്. ഇവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് ബെയ്ജിങ്ങിൽ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ വേണ്ടി ഇറാനും സൗദിയും തീരുമാനിച്ചത്. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് സമീപകാലത്ത് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യം. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമ ഭേദഗതി പാസാക്കി ഏത് രാജ്യത്താണ്? ഇസ്രായേലിലാണ്. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഭേദഗതി പാസാക്കിയത് ഇസ്രായേലിലാണ്.
കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായ മിഷ്ടി ലക്ഷ്യമിടുന്നത് എന്തിനാണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണമാണ് മിഷ്ടി ലക്ഷ്യമിടുന്നത്. അപ്പോൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് മിഷ്ടി. എന്താണ്? കണ്ടൽക്കാടിൻ്റെ സംരക്ഷണമാണ്. 2023 ജനുവരിയിൽ അന്തരിച്ച റഹ്മാൻ റാഹി ഏത് ഭാഷയിലെ കവിയാണ്? റഹ്മാൻ റാഹി കാശ്മീരി കവിയാണ് കേട്ടോ. റഹ്മാൻ റാഹി കാശ്മീരി. ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം? അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം ഇന്ത്യ നടപ്പിലാക്കിയത്? ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം ഇന്ത്യ നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ തുർക്കിയിലാണ് കേട്ടോ. തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത്. തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയാണ് ഓപ്പറേഷൻ ദോസ്ത്. സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ദൈനിക് ദിനകൽ ഏത് രാജ്യത്തെ പത്രമാണ്? ദൈനിക് ദിനകൽ ബംഗ്ലാദേശിലെ പത്രമാണ്. ഓക്കെ, അപ്പോൾ സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയൊരു പത്രമാണ് ദൈനിക് ദിനകൽ. ദൈനിക് ദിനകൽ എവിടുത്തെ പത്രമാണ്? ബംഗ്ലാദേശിൻ്റെ പത്രമാണ്. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യം മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും, പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മാനുഷിക പ്രതിസന്ധി ഉണ്ടായ ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. ആരോഗ്യ മൈത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ മുഖ്യമന്ത്രി പദം വഹിച്ച നേതാവ് എന്ന വിശേഷണം പിണറായി വിജയൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡ് മറന്നിട്ടാണ്? സി അച്യുതമേനോൻ്റെ റെക്കോർഡ് മറികടന്നിട്ടാണ് പിണറായി വിജയൻ സ്വന്തമാക്കിയത്. 2023 സ്വിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ 2023 സ്വിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ചാഡാണ്. 2023 സ്വിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യമാണ് ചാഡ്. 2023 കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത്? 2023 കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ശ്യാമപ്രസാദാണ്. 2023 കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അർഹനായത്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ടെലിവിഷൻ അവാർഡ് അർഹനായത് ആർക്കാണ്? ശ്യാമപ്രസാദാണ്. ഹെക്ക ഷ്രെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയ ഏത് രാജ്യത്താണ്? മമ്മി എവിടെയായിരിക്കും? ഈജിപ്തിലാണ്. ഹെക്ക ഷെപ്സ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരെന്നാണ് ഹെക്ക ഷെപ്സ്. അത് കണ്ടെത്തിയത് എവിടുന്നാണ്? ഈജിപ്തിൽ നിന്നാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായ കൂവം നദി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്? ചെന്നൈയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ കൂവം നദിയാണ് ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. ഏത് നഗരത്തിലൂടെയാണ്? ചെന്നൈയിലൂടെയാണ് ഒഴുകുന്നത്. ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന വിക്ടറി സിറ്റി എന്ന നോവൽ രചിച്ചത് ആര്? വിക്ടറി സിറ്റി ആരുടെയാണ്? സൽമാൻ റുഷ്ദീൻ്റെയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന നോവലാണെന്ത്? വിക്ടറി സിറ്റി. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്നതാണ് വിക്ടറി സിറ്റി എന്ന് പറഞ്ഞ നോവൽ. അത് ആരെഴുതിയതാണ്? സൽമാൻ റുഷ്ദി. സമുദ്രശില ആരുടെയാണ്? സുഭാഷ് ചന്ദ്രൻ്റെ നോവലാണ് സമുദ്രശില. ആരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ. നമുക്ക് ഒരു നോട്ടം നോക്കിയിട്ട് പോവാം. ഇന്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ച ജേതാക്കളായത് ഇന്ത്യയാണ്. വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൻ്റെ ജേതാക്കളും ഇന്ത്യയാണ്. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച വിവ കേരള പ്രകാരം പ്രസ്തുത ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലമ്പ്ര. വിവ കേരള പദ്ധതി പ്രകാരം ലക്ഷ്യം കൈവരിച്ചത് മൈലമ്പ്രയാണ്. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ സഹായിക്കാൻ ഹോസ്റ്റസുമാരെ നിയോഗിച്ച ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ. ഹോസ്റ്റസുമാരെ നിയോഗിച്ചതാരാണ്? അമ്പലവയൽ. 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെഷന് നേതൃത്വം നൽകിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. 2023 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ പെരുമാൾ മുരുകൻ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ് സാഹിത്യകാരനാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കമ്പാലത്തറ. എവിടെയാണ്? കമ്പാലത്തറയിലാണ് ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? കനാൽ കമ്പാലത്തറ. IPL 200 പുറത്താക്കലുകൾ നടത്തുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് MS ധോണി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. അപ്പോൾ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് എവിടെയാണ്? കടമ്പൂർ, പാലക്കാട്.
അംബേദ്കറുടെ പേരിൽ സമീപകാലത്ത് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയിലാണ് അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്താദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായ ഭവാനി ദേവി ജനിച്ചത് തമിഴ്നാട്ടിലാണ്. എവിടെയാണ് ജനിച്ചത്? ഭവാനി ദേവി തമിഴ്നാട്ടിലാണ്. സാന്റിയാഗോ പെന 2023 ഏത് രാജ്യത്താണ് സാന്റിയാഗോ പെന 2023 ഏത് രാജ്യത്താണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? പരാഗ്വേ ആണ്. 2023 ഏപ്രിൽ 12 ഏത് മലയാള കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ 150ാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത്? കുമാരനാശാൻ്റെയാണ്. അടുത്താണ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പോളവാരം ജലസേചന പദ്ധതി ആന്ധ്രാപ്രദേശ്. ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? ലോകാരോഗ്യ സംഘടനയാണ്. കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ചത് ഇന്ത്യയാണ്. സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എഞ്ചിൻ 200 സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ആദ്യ സ്ഥാപനമായ സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം. അപ്പോൾ സ്കൈ റൂട്ട് എയറോസ്പേസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായത് ഇന്ത്യയാണ്. 2023 മാർച്ച് 30 100 വർഷം തികഞ്ഞ കേരളത്തിലെ ചരിത്ര സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ്? അപ്പം നരേന്ദ്രമോദി ഡിജിറ്റൽ സയൻസ് പാർക്കിന് ശിലാസ്ഥാപനം ചെയ്തത് എവിടെയാണ്? പള്ളിപ്പുറത്താണ്. എവിടെയാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്? പള്ളിപ്പുറം. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ഇറ്റലി. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് പറഞ്ഞത് ഇറ്റലിയാണ്. ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ച ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ബർദ എവിടെയാണ്? ബർദ ഗുജറാത്തിലാണ്. എവിടെയാണ്? ബർദ ഗുജറാത്ത്. 2022 സരസ്വതി സമ്മാന ജേത്രിയായ ശിവശങ്കരി ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ്? ശിവശങ്കരി തമിഴ് സാഹിത്യകാരിയാണ് ശിവശങ്കരി. 2023 മാർച്ച് 18 100 വർഷം പൂർത്തിയാക്കിയ മലയാള പത്രമാണ് മാതൃഭൂമി. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടക്കുന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ്. സുഡാനിലാണെങ്കിൽ ഓപ്പറേഷൻ കാവേരി. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്യുന്ന ഗോഡ്ഫ്രേ ദാസ് ആണ്. 2023 50 വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗപരിരക്ഷണ പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്ന ദ ഗോൾഡൻ ഇയേഴ്സ്. ദ ഗോൾഡൻ ഇയേഴ്സ് ആരുടെയാണ്? റസ്കിൻ ബോണ്ടിൻ്റെയാണ്. ആരുടെയാണ് ദ ഗോൾഡൻ ഇയേഴ്സ്? റസ്കിൻ ബോണ്ട്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ചത് കർണാടകയാണ്. ശക്തി പദ്ധതി കർണാടക. സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ് സോവർണിറ്റി എന്നീ പുസ്തകങ്ങൾ PS ശ്രീധരൻപിള്ളേൻ്റെയാണ്. സ്ട്രൈക്കിംഗ് എ കോഡ്, പ്രൊട്ടക്റ്റഡ് സോവർണിറ്റി ആരുടെയാണ്? PS ശ്രീധരൻപിള്ള. 2023 36ാമത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായ അസ്താന ഏത് രാജ്യത്താണ്? അസ്താന കസാക്കിസ്ഥാനിലാണ്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലെ MLAയുടെ തിരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്? എവിടത്തെയാണ്? ദേവികുളത്തെയാണ്. 2023 മാർച്ചിൽ അന്തരിച്ച സാഹിത്യ നൊബേൽ ജേതാവ് കെൻസാബുരോ ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻ. എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? ബെയ്ജിംഗ്. എവിടെ വെച്ച് നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? ബെയ്ജിങ്ങിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ്. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് സമീപകാലത്ത് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യം ഇസ്രായേലാണ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായ മിഷ്ടി ലക്ഷ്യമിടുന്നത് കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ്. 2023 ജനുവരിയിൽ അന്തരിച്ച റഹ്മാൻ റാഹി ഏത് ഭാഷയിലെ കവിയാണ്? കാശ്മീരി കവിയാണ്. ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്നത് രാജസ്ഥാനാണ്. അന്ധതാ നിയന്ത്രണ നയം
രാജസ്ഥാൻ. ഏത് രാജ്യത്തെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന ദൗത്യം നടപ്പിലാക്കിയത്? ഓപ്പറേഷൻ ദോസ്ത് തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ദോസ്ത്. സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ദൈനിക് ദിനകൽ ഏത് രാജ്യത്തെ പത്രമാണ്? ബംഗ്ലാദേശ്. ദൈനിക് ദിനകൽ എവിടുത്തെ പത്രമാണ്? ബംഗ്ലാദേശ്. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്നതാണ് ആരോഗ്യ മൈത്രി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. ആരെ പിന്തള്ളി? സി അച്യുതമേനോനെ പിന്തള്ളി. സ്വിസ് സ്ഥാപനമായ IQAR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യമാണ് ചാഡ്. ഏറ്റവും മലിനമായ രാജ്യം ചാഡാണ്. 2023 കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻറ്റ് അവാർഡ് ശ്യാമപ്രസാദിനാണ്. ആർക്കാണ്? ശ്യാമപ്രസാദ്. ഹെക്കാഷെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് ഈജിപ്തിലാണ്. ഹെക്കാഷെപ്സ് ആണ് ഏറ്റവും പഴക്കം ചെന്ന മമ്മി. എവിടുന്ന് കണ്ടെത്തി? ഈജിപ്ത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായ കൂവ നദി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ ചെന്നൈയിലൂടെയാണ്. ദക്ഷിണേന്ത്യ പശ്ചാത്തലമാക്കി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന വിക്ടർ സിറ്റി എന്ന നോവൽ സൽമാൻ റുഷ്ദി രചിച്ചതാണ്. സമുദ്രശില ആരുടെയാണ്? സുഭാഷ് ചന്ദ്രൻ്റെയാണ്. അപ്പോൾ അടുത്ത PSC ബുള്ളറ്റിൻ നമ്മൾ കവർ ചെയ്ത് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തുണ്ടാവും? PSC ബുള്ളറ്റിൻ്റെ അടുത്ത കറണ്ട് അഫെയർ അല്ലെങ്കിൽ കലാസാഹിത്യം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിന് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.